പ്രതിപക്ഷ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി 150ഓളം കേസുകളിൽ കുടുങ്ങിയ നേതാവിനെ ദുബായിലെത്തിച്ച കൊച്ചിക്കാരുടെ കാർണിവൽ. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനായി പാസ്പോർട്ട് ക്ലിയറൻസ് നേടിയെടുത്താണ് ഇവർ ദുബായിലെത്തിച്ചത്. കൊച്ചിൻ കാർണിവലിന്റെ ഉദ്ഘാടകനായി ഷിയാസിനെ ദുബായിലെത്തിക്കാൻ സംഘാടകരുടെ 1 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനു കൂടി ഇതോടെ സാക്ഷാത്കാരമായി. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. ദുബായിലെ ഇൻകാസ് എറണാകുളം ജില്ലാ കമ്മിറ്റി ഒരുക്കിയ കൊച്ചി കാർണിവൽ എന്ന പരിപാടിയാണ് ഉദ്ഘാടകന്റെയും അധ്യക്ഷന്റെയും സ്വാഗത പ്രാസംഗികന്റെയും ഷിയാസ് കേസ് പോരാട്ട കഥകളാൽ കയ്യടി നേടിയത്. കേന്ദ്ര കേരള സർക്കാരുകൾക്കെതിരെ പ്രതിപക്ഷ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി 150ഓളം കേസുകളുമായി പാസ്പോർട്ട് ക്ലിയറൻസ് ലഭിക്കാതെ പോയ നേതാവാണ് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. പലവട്ടം ഷിയാസിനെ ദുബായിലേക്ക് ക്ഷണിക്കുമ്പോഴും കേസുകൾ കൂടിക്കൂടി കാർണിവലും നീണ്ടുപോകുകയായിരുന്നു. ദുബായിലെ ഇൻകാസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് അബ്ദുള്ള സിയാനി അധ്യക്ഷ പ്രസംഗത്തിലും സ്വാഗത പ്രസംഗം നടത്തിയ ജനറൽ സെക്രട്ടറി അനീഷ് വർഗീസും ഇക്കാര്യം വ്യക്തമാക്കി. ഒരു വർഷമായിട്ട് ഞാൻ ഷിയാസ്കാടെ കേസ് ഹാൻഡിൽ ചെയ്യണ അഡ്വക്കേറ്റിനെ പോയി കാണും. അപ്പൊ പറയും കുറച്ച് കേസ് കുറയും. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, നീ ഇതിന് മെനക്കെടാൻ നിൽക്കണ്ട, കാരണം ഷിയാസിന്റെ കേസ് എന്ന് പറയുന്നത് പുട്ടിന് പീരർ നോട്ടാണ്. പോലീസുകാരെയും പോലീസ് സ്റ്റേഷനുകളും കാണുമ്പോൾ ഷിയാസിന് വേറെ ലെവലാണ്. അതിനാൽ ദുബായ് നഗരത്തിലെ മറ്റു പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലൂടെ ഷിയാസിനെ കൊണ്ടുപോകാറില്ലെന്നും അധ്യക്ഷൻ തമാശ രൂപേണ പറഞ്ഞതും വലിയ കയ്യടി നേടി. പോലീസ് സ്റ്റേഷനോ പോലീസുകാരെ കണ്ട പുള്ളിക്ക് വേറെ ലെവലാണ്. ഞാൻ ഇത്തവണ വന്നിട്ട് ഞാൻ മുറാദാബാദും മറ്റേ KCS പോലീസ് സ്റ്റേഷനും ഇവിടെ കൊണ്ടുപോകാറില്ല. തുടർന്ന് നടത്തിയ ഉദ്ഘാടന പ്രസംഗത്തിൽ കഴിഞ്ഞ 10 വർഷമായുള്ള കേരള പോലീസ് പെരുമാറ്റത്തെക്കുറിച്ച് മുഹമ്മദ് ഷിയാസ് മറുപടി പറഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് കേസുകൾ സർവ്വസാധാരണമായി ഉണ്ടാകും. ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കുറെ കൂടി കേസുകൾ ഉണ്ടാകും. കാരണം എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ആളുകളായതുകൊണ്ടും സ്വാഭാവികമായും സർക്കാർ അത്തരത്തിലാണ് നമ്മളോടൊക്കെ പെരുമാറുന്നത്. അപ്പോൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് പാസ്പോർട്ടിന്. ഓരോ സമയത്തും പോലീസ് അത്തരത്തിൽ ഓരോ കേസുകൾക്കും കൊടുത്ത് കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങി അത് പാസ്പോർട്ട് ഓഫീസിൽ എത്തിക്കുമ്പോൾ അടുത്ത കേസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതങ്ങനെ 6-7 വട്ടം തുടർച്ചയായി നടന്നപ്പോൾ പിന്നെ ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു. കൊച്ചി കാർണിവലിനെ എറണാകുളം ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അബിൻ വർക്കിയും ഡോക്ടർ ജിൻഡോ ജോണും പങ്കെടുത്തു. പിണറായി സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷ പോരാട്ടത്തിനൊപ്പം എറണാകുളം DCC അധ്യക്ഷനെ ദുബായിൽ എത്തിച്ചിട്ടേ ഈ കൊച്ചി കാർണിവൽ സംഘടിപ്പിക്കൂ എന്നായിരുന്നു സംഘാടകരുടെ തീരുമാനം. എന്തായാലും ഈ പോരാട്ട വിജയത്തിന്റെ കാർണിവലായി ഇത് മാറി. ക്യാമറമാൻ ധനീഷിനൊപ്പം എൽവിസ് ചുമ്മാർ, ജയ് ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chummar TV show. Exclusively on Jai Hind TV. Stay tuned for the 1,000 countdown.